നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധികൃതരുടെ അവഗണന മൂലം മുനമ്പം ഹാർബർ ശോച്യാവസ്ഥയിൽ. രാജ്യത്തെ ആദ്യത്തെ മാതൃകാ ഹാർബറാണ് അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ 3ാം സംസ്ഥാന വാർഷിക സമ്മേളനം ആലുവയിൽ നടന്നു. ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വാർഷിക പൊതുയോഗം പറവൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അധികൃതരുടെ അവഗണന മൂലം മുനമ്പം ഹാർബർ ശോച്യാവസ്ഥയിൽ. രാജ്യത്തെ ആദ്യത്തെ മാതൃകാ ഹാർബറാണ് അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ ഹാർബറായ മുനമ്പം സംസ്ഥാനത്തെ 9 ഹാർബറുകളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയവും സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയതുമായ ഹാർബറുകളിൽ ഒന്നാണ്. പ്രധാനമായും ജർമ്മനി, ബ്രിട്ടൻ മുതലായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്ന ഹാർബറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. പൊട്ടിപ്പൊളിഞ്ഞ് വൃത്തിഹീനമായ ലേലപ്പുര, മാലിന്യം അടിഞ്ഞുകൂടിയ കാനകൾ, തകർന്ന തരിപ്പണമായ റോഡുകൾ, തുരുമ്പെടുത്ത ഓട്ട വീണ മേൽക്കൂര, കുടിവെള്ള സംവിധാനമില്ല. 3000-ൽ അധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഇവിടെ ആംബുലൻസ് സൗകര്യമില്ല എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ തകർച്ചയുടെ വക്കിലാണ് ഹാർബർ ഇപ്പോൾ. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ കീഴിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഹാർബറിന്റെ നടത്തിപ്പെങ്കിൽ 10 വർഷം മുമ്പ് കളക്ടർ ചെയർമാനായി രൂപീകരിച്ച മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ തുടങ്ങി. ഫിഷറീസ് ഉദ്യോഗസ്ഥർ, വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, ബോട്ടുടമ പ്രതിനിധികൾ, മത്സ്യ വ്യവസായ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരടക്കം മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. തുടക്കം നല്ല രീതിയിലായിരുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം 2 വർഷത്തിലേറെയായി ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമായി ഒതുങ്ങിയതാണ് ഹാർബറിന്റെ ശോച്യാവസ്ഥയ്ക്ക് ഇടയാക്കിയതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗവും മാനേജ്മെന്റ് കമ്മിറ്റിയും പരസ്പരം പഴിചാരി രാജ്യത്തെ ആദ്യത്തെ മാതൃകാ ഹാർബറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇവർ പറയുന്നു. മുനമ്പം മത്സ്യ കയറ്റിറക്ക തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു. മുനമ്പം ഹാർബറിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് കയറ്റിറക്ക തൊഴിലാളി യൂണിയൻ CITU പ്രസിഡന്റ് AK ഗിരീഷും ട്രഷറർ AK ഉല്ലാസും ആവശ്യപ്പെട്ടു. ഹാർബറിൻ്റെ പ്ലാറ്റ്ഫോമുകൾ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞിറക്കുകയാണ്. ഈ ബോട്ട് കിട്ടുന്ന വാർഫ് ദ്രവിച്ചു നിൽക്കുകയാണ്. ഏത് നിമിഷവും അത് തകർന്ന് അടിയിൽ പോകാം. ശുചീകരണം, കുടിവെള്ളമില്ലായ്മ, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ കൊണ്ട് ഈ മുനമ്പം ഹാർബർ ഇന്ന് അധപ്പതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി തവണ ബന്ധപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ അതോറിറ്റിയും ഇതുമായി സഹകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഇന്ന് ഈ സമരം എന്നൊക്കെ വരേണ്ടി വന്നത്. ആ റോഡും രണ്ടും സഞ്ചാരിക്കാമല്ല, 2 കാണകളും മാലിന്യമായി കിടക്കുകയാണ്. ഹാർബറിൻ്റെ അകത്ത് വന്ന വണ്ടികൾ വന്ന് പാർക്ക് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ്. റോഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വണ്ടിക്കും പോകാൻ കഴിയില്ല. ഒരു ദിവസം ഏകദേശം 3000 ആളുകൾ ഈ ഹാർബർ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും അടിസ്ഥാന സൗകര്യം, ചെയ്യാനുള്ള സൗകര്യം പോലും ഇല്ല. ഒരു വെള്ളം പോലുമില്ല. ഒരു തൊഴിലാളി അപകടം പറ്റിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് ഇല്ല. അങ്ങനെ നിരവധിയായ മനുഷ്യൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ പറ്റുന്നതിനുള്ള ഒരു സൗകര്യം ഇന്ത്യയിലെ ആദ്യത്തെ മോഡൽ ഹാർബറായി മുനമ്പം ഹാർബറിലില്ല. അത് ഈ ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റിക്ക് കീഴിലാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ മാനേജ്മെൻറ്റ് സൊസൈറ്റി ഉപയോഗിച്ചിട്ടില്ല. നിരവധി ആവശ്യപ്പെട്ടിട്ടും അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ടുമാണ് ഈ സമരം നമുക്ക് വരേണ്ടി വന്നത്. ഞങ്ങൾ ഇതുപോലൊരു സമരവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരാനുണ്ടായ പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യക്കകത്ത ഏറ്റവും ആദ്യത്തെ മാതൃക ഹാർബറാണ് മുനമ്പം ഹാർബർ. ഈ ഹാർബറിൻ്റെ അകത്ത പരിശോധനയുടെ ഫലമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ MBDA പോലുള്ള ഏജൻസികളും വന്ന് പരിശോധിച്ചിട്ടാണ് കയറ്റുമതി ലൈസൻസ് അടക്കം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ ഹാർബർ. അപ്പോൾ ഈ ഹാർബറിൽ വരുന്ന മീനുകളും മറ്റുമൊക്കെ വിൽക്കാൻ പറ്റാത്തതും ശുചിത്വം നിലനിർത്താൻ പറ്റാത്ത അവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സമരവുമായി വന്നത്. നമ്മൾ സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ട്രോളിംഗ് നിരോധന കാലയളവിൽ ഹാർബറിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹാർബർ എഞ്ചിനീയറെയും അതുപോലെ തന്നെ ഹാർബറിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ് സൊസൈറ്റി, നേരത്തെ മാനേജ്മെൻറ്റ് സൊസൈറ്റി തൊഴിലാളികളുടെ പ്രാതിനിധ്യവും കൂടി ഉണ്ടായിരുന്നു.
ഇപ്പോൾ തൊഴിലാളികളുടെ പ്രാതിനിധ്യവും ഇല്ലാണ്ടാണ് മാനേജ്മെൻറ്റ് സൊസൈറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകണം. മാതൃകാ ഹാർബറാണല്ല, ഇന്ത്യക്കകത്ത ആദ്യത്തെ മാതൃകാ ഹാർബറാണ് മുനമ്പം ഫിഷിംഗ് ഹാർബർ. അതിൻ്റെ പരിഹാരം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് വന്നത്. ഇനി ഇപ്പോൾ 20 ദിവസമാണ് ട്രോളിംഗ് പിൻവലിക്കാനായിട്ടുള്ളത്. ഈ 20 ദിവസത്തിനുള്ളിൽ ഇവിടെ പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് പരിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വന്നത്. ഇതിലൊരു പ്രധാന റോഡാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്, ഈ ഹാർബറിൻ്റെ പ്രധാന റോഡാണ്. ആ റോഡും ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് വാഹനങ്ങൾക്ക് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. ഈ ഹാർബറിൻ്റെ അകത്ത് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം പിൻവലിച്ചാൽ 10,000-3000 പേരാണ് ഇവിടെ തൊഴിലെടുക്കുന്നത്. ഇപ്പോൾ ഈ മത്സ്യബന്ധനവും നടത്തി കയറ്റിറക്കുമായാലും മറ്റു അനുബന്ധ തൊഴിലൊക്കെ ആയാലും 10,000-3000 പേര് തൊഴിലെടുക്കുന്ന ഒരു ഹാർബറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ സമരവുമായി വന്നത്. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ 3ാം സംസ്ഥാന വാർഷിക സമ്മേളനം ആലുവയിൽ നടന്നു. ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ 3ാം സംസ്ഥാന വാർഷിക സമ്മേളനം 2 ദിവസങ്ങളിലായി ആലുവ മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റാലിയിൽ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 100ഓളം നൃത്ത അധ്യാപകർ പങ്കെടുത്തു. വിവിധ കലാരൂപങ്ങൾ റാലിക്ക് മാറ്റുകൂട്ടി. MLAയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. പാഷനിൽ നിന്ന് ജനിക്കുന്ന, നിങ്ങളാരും ഇത് ഒരു ജോലിയായി ചെയ്യുന്ന ആളുകളല്ല, മറിച്ച് ഒരു പാഷൻ ഡ്രിവണായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കലയോടുള്ള അഭിരുചി കൊണ്ട് നിങ്ങൾ വളർത്തിയെടുക്കുന്ന ആ ഒരു കല, അത് ജീവിതത്തിൽ പഠനത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ കൊണ്ടു നടക്കുക. അതൊരിക്കലും പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമല്ല, മറിച്ച് ജീവനോപാധിയായി സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവനോപാധിയായി സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളും തന്നെ. അപ്പോൾ പല ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ട എന്ന് വെക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം ഇതാണ്. അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജോണി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കലാമണ്ഡലം ഉഷ നന്ദിനി, കലാമണ്ഡലം മോഹന തുളസി, സിനി ആർട്ടിസ്റ്റ് ആകാശ് മുരളി, സംസ്ഥാന ട്രഷറർ PJ പ്രീതി, രക്ഷാധികാരി കലാമണ്ഡലം വസന്ത വിക്രമൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വാർഷിക പൊതുയോഗം പറവൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏതാനും വരുന്ന കുത്തകകളെ സഹായിക്കുന്ന നിലപാടുകളാണ് തുടരുന്നതെന്നും ഇതുമൂലം രാജ്യത്തെ ചെറുകിട വ്യാപാര രംഗത്തെ 4 കോടി സംരംഭകരും 16 കോടി വരുന്ന തൊഴിലാളികളുമടക്കം 20 കോടി ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. സമിതി എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം പറവൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജു അപ്സര. അതുകൊണ്ട് വളരെ ശക്തമായ ജനാധിപത്യത്തിന്റെ ആ ശക്തി നിങ്ങൾ ഉപയോഗിച്ച് ഈ സമയത്തെ ശക്തിപ്പെടുത്തുന്നത് മാത്രമാണ് വിപരീതമായി നിലവിൽ അഭ്യർത്ഥിക്കാൻ. ശ്രീ PC ജേക്കബ് എറണാകുളം ജില്ലയുടെ മാത്രം നേതാവല്ല, കേരള വ്യാപാരി വ്യവസായി ഏകോപന സംസ്ഥാനത്തിന്റെ ആകെ നേതാക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്
സമാനതകളുണ്ടാക്കുന്നത് എല്ലാ പ്രശ്നങ്ങളിലും സംഘടനയെ ഇടപെടുകയും സംഘടന കേരളത്തിലെ വ്യാപാര സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇടപെടുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ശ്രീ പി.സി. ജേക്കബ്. ജില്ലാ പ്രസിഡന്റ് പി.സി. ജേക്കബ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസി മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി മുഖ്യ അതിഥിയായി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ.ജെ. റിയാസ് റിപ്പോർട്ടും ട്രഷറർ CS അജ്മൽ കണക്കും അവതരിപ്പിച്ചു. പി.സി. ജേക്കബിനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് എ.ജെ. റിയാസിനെ ജനറൽ സെക്രട്ടറിയായും CS അജ്മലിനെ ട്രഷററായും സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. മുനമ്പം മത്സ്യ കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു. CPM ലോക്കൽ സെക്രട്ടറി AS അരുണ ഉദ്ഘാടനം ചെയ്തു. മുനമ്പം ഹാർബറിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ലേലഹാളിന്റെയും വാർഫിന്റെയും അറ്റകുറ്റജോലികൾ ഉടൻ ആരംഭിക്കുക, തകർന്നു കിടക്കുന്ന ഹാർബർ റോഡ് പുതുക്കി പണിയുക, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയിൽ തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. മുനമ്പം മത്സ്യക്കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ 100ഓളം തൊഴിലാളികളാണ് ഹാർബറിന് സമീപമുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചത്. CPIM പള്ളിപ്പുറം ലോക്കൽ സെക്രട്ടറി AS അരുണ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പുറത്തുനിന്നല്ല വാഹനങ്ങളും ആളുകളും ഒക്കെ വ്യവസായവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ റോഡിടാനുള്ള വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സൗകര്യമില്ല. അവിടെ ആ റോട്ടിൽ നിന്നിട്ട് ഇറങ്ങുമ്പോൾ മണം കൊണ്ട് മൂക്കുകുത്തി ഇറങ്ങണം. അതിനുള്ള സൗകര്യങ്ങൾ കാടയൊക്കെ ഉൾപ്പെടുത്തി ആ കാടയിലെ വെള്ളം കെട്ടിക്കിടക്കാതെ അത് വേണ്ട വിധത്തിൽ കളയാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. പറയുമ്പോൾ റോഡ് മാത്രമല്ല, റോഡിന് 2 വശവും കാടയുണ്ട്. ആ കാടയിൽ ആ വെള്ളം കിടന്ന് അവിടെ കിടന്ന് ചീഞ്ഞു നാറി പരിസരവാസികൾക്ക് ദുർഗന്ധം വമിച്ച് മറ്റ് മാറാരോഗങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തിക്കാതെ നല്ല രീതിയിൽ ഈ ഹാർബർ കൊണ്ടുപോകാനും വിദേശികൾ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും എണ്ണപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഹാർബറാണിത്. ഈ ഹാർബറിന് ഇന്നത്തെ ദുരവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവരെ തല വിട്ടേട്ടു പോകും. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ജീവിതം ഇതോടുകൂടി അവസാനിക്കുന്ന തരത്തിലേക്ക് പോകും. അതിൽ ഇടവരുത്താതെ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മാനേജ്മെന്റ് സൊസൈറ്റിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും തയ്യാറായില്ല എങ്കിൽ ഞാൻ കൂടുതലായി. കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ CITU പ്രസിഡന്റ് AK ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ട്രഷറർ AK ഉല്ലാസ് സ്വാഗതം പറഞ്ഞു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് AS അരുണ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബോധ ഷാജി, MMPS പ്രസിഡന്റ് KB രാജീവ്, സെക്രട്ടറി ജോസഫ് ഓളാട്ടുപുറത്ത്, കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ CITU സെക്രട്ടറി CN ഷൈജു, ഫിഷ് മർച്ചന്റ്സ് ജില്ലാ കമ്മിറ്റി അംഗം AR ബിജുകുമാർ, ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി PB സാമ്പൻ, തരക് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ET സുജോയ് എന്നിവർ സംസാരിച്ചു. മത്സ്യഫെഡ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞാറക്കൽ SN ഓഡിറ്റോറിയത്തിൽ നടന്നു. KN ഉണ്ണികൃഷ്ണൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായി മത്സ്യഫെഡ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളുടെ ജില്ലാതല വിതരണോദ്ഘാടനം ഞാറക്കലിൽ നടന്നു. SSLCക്ക് ഫുൾ A+ നേടിയ 89 വിദ്യാർത്ഥികൾക്കും +2-വിന് ഉന്നത വിജയം നേടിയ 36 വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകിയത്. ഞാറക്കൽ SN ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം KN ഉണ്ണികൃഷ്ണൻ MLA നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ് നേടിയ TK മുരളീധരനെ ചടങ്ങിൽ ആദരിച്ചു. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ഭരണസമിതി അംഗം T രഘുവരൻ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ TV സുധ, പ്രൊജക്ട് ഓഫീസർ A അക്ഷയ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. കേരളത്തിലെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ 10ഓളം വരുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഏറ്റവും അഭിമാനകരമായ ഏറ്റവും ജനപ്രിയമായ സ്ഥാപനമാണ് നമ്മുടെ മത്സ്യഫെഡ്. അതിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലനായ മത്സ്യഫെഡിൻ്റെ ചെയർമാൻ ശ്രീ മനോഹരൻ്റെ നേതൃത്വത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ഒരാശയും അത്താണിയുമായി അദ്ദേഹം
അതേപോലെ അദ്ദേഹത്തിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ജീവനക്കാരും എല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികൃതരുടെ അവഗണന മൂലം മുനമ്പം ഹാർബർ ശോച്യാവസ്ഥയിൽ. രാജ്യത്തെ ആദ്യത്തെ മാതൃകാ ഹാർബറാണ് അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ 3ാം സംസ്ഥാന വാർഷിക സമ്മേളനം ആലുവയിൽ നടന്നു. ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വാർഷിക പൊതുയോഗം പറവൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.